ഹായ് ഗൈസ്, ഞാൻ സരുൺ ജോസഫ്. ഫിഷിംഗ് ഡാൻസിൻ്റെ മറ്റൊരു അടിച്ച് പൊളിച്ച് തകർത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നൈറ്റ് ഫിഷിംഗ് ആണ്. നൈറ്റ് ഫിഷിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഒരു 3-4 പാർട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇതിനാണ് നമ്മുടെ മീനെ മൊത്തം തെറ്റിയെടുത്തത് കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ മീനെ കാണണ്ടേ? നമ്മൾ തെറ്റിപ്പിടിച്ച മീനെ, നമ്മുടെ കിടക്കാച്ചി സാധനങ്ങൾ ഇറക്കുന്നത് കുയില് 3 ഗ്രാസ് കാർപ്പ്, ഞാനതൊരു ചെറിയ സാധനമാണ് കിടപ്പുണ്ട്, ചേറ് വരാൽ. ഒരു കുയിലിനെ തെറ്റി കരക്കി വരാൻ ഇതൊക്കെ സൈഡിൽ കണ്ടതാണ് കേട്ടോ ഇതിനെ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ആയുധമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവ് വീഡിയോ അങ്ങ് നൈറ്റ് ഫിഷിങ് ഫുള്ള് കണ്ടാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ രോഹു, കട്ട്ള, മൃഗാൽ, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ ഐറ്റംസിനെല്ലാം തെറ്റിയിരുന്ന നമ്മുടെ ഗണ്ണ്, നമ്മുടെ ആയുധം, അതായത് സ്പിയർ ഗൺ. അപ്പോൾ ഇതിലൊരു റബ്ബർ ബാൻഡ് 8 എന്നാണ് ജിൻ പറഞ്ഞത്. വലിച്ച് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ആരോഗ്യം വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിതിൻ. അപ്പോൾ ഇത് നമ്മുടെ മുരളിച്ചേട്ടൻ, നമ്മുടെ വള്ളത്തിൻ്റെ അമരത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മറ്റൊരു വള്ളത്തിലിരിക്കുന്ന നമ്മുടെ മനോജ് ചേട്ടൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ മീനെ തെറ്റെടുക്കുന്ന രീതി ഒന്ന് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അതായത് നമ്മുടെ ഈ വള്ളത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് നിൽക്കും. പിന്നെ ഈ നമ്മുടെ ഈ ബാഗിനകത്ത് കിടക്കുന്ന ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ തലയിൽ നമ്മുടെ ഹെഡ്ലാമ്പ് ഉണ്ട്, അത് കണക്ട് ചെയ്തേക്കാണ് ചാർജ് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ നമ്മൾ മീനെ തപ്പി പോകും. ഏറ്റവും കൂടുതൽ നമ്മൾ തപ്പുന്ന ആഴം കുറവുള്ള സ്ഥലത്തായിരിക്കും തപ്പുന്നത്. അവിടെ മീനുകളെ കാണാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ പുല്ല് വെള്ളത്തിലേക്ക് മുട്ടി നിൽക്കുന്ന ഭാഗത്ത് ഇഷ്ടംപോലെ ഗ്രാസ് കാർപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ആദ്യത്തെ മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, ഉണ്ടോ മച്ചാ? ഓ യെസ്, ഹെവി ആയിട്ട് അടിച്ചു മോനെ, ഹെവി സാധനം പൊളിച്ച്. വള്ളി കറങ്ങുന്ന കറക്കണ്ടോ? ഇതാണ് നമ്മുടെ വള്ളി. ഇതേ ഗ്രാസ് കാർപ്പാന്ന് തോന്നുന്നു. എടാ കുറ്റി, ഓ പൊളിച്ച് നമ്മുടെ സാധനം. ആദ്യത്തെ ഒരു ഹെവി ഐറ്റം 2 ഉണ്ടായിരുന്നു. 2 ഒരെണ്ണത്തെ അടിച്ച് തകർത്തെടുത്ത്. നിങ്ങൾക്ക് നൂല് കാണാമല്ലോ. ഉണ്ടോ? വെള്ളത്തിലെടുത്ത് പൊങ്ങിച്ചാടിയാണ്. നമ്മൾ തിരിച്ച് അവനെ വലിച്ച് കയറ്റുവാണേ. ഇനെന്തി ഇത് കണ്ടതേ, കണ്ട കറക്റ്റ് അവൻ്റെ കുത്തി കൊടുത്തു കേട്ടോ. എന്തുവാ അത്? ഓ വെള്ളക്കുയില് പൊളിച്ച്. ഇതിൻ്റെ വേറെ ഒരു കൂടി ഉണ്ട് ചേട്ടാ. കിട്ടി കേട്ടോ. കോരുവിൻ്റെ അടുത്ത് ഓക്കെ. ഒരു മിനിറ്റ് പിടിച്ചേ, ഒരു പിടി. ഗ്രാസ് കാർപ്പല്ലേ? ഉണ്ടോ? നമ്മൾ പുല്ലിനെ കുത്തി കൊരുലിങ്ങനെ ഇവിടെ ഇല്ല ചേർന്ന്
ചേറുമീൻ ഒരു പെട്ടിക്ക് 2 പക്ഷി, ഒരെണ്ണം മിസ്സായി പുല്ലൻ. അതൊക്കെ എന്നെ കരയ്ക്ക് അടിപ്പിക്കുകയാണ്. പക്ഷെ ജിതിനെ നമുക്ക് ചെറുതാ കിട്ടിയ അല്ല വലുത് കിട്ടിയ കറങ്ങി തിരിഞ്ഞു വന്നായിരുന്നു. വലുത് തിരിഞ്ഞു പോയി. ഇല്ല 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 മറ്റേ ചേറ ഇതാ വലുത്. വലുതിനെ കിട്ടിയ പക്ഷെ നമ്മൾ ആദ്യം ഒന്നം വെച്ച് ചെറുതായിട്ട് അങ്ങനെയാണ്. അന്നത്തേനും വെട്ടി മാറിപ്പോയില്ലേ. അമ്മരെ ഒന്ന് കറങ്ങി വീണ്ടും തിരിഞ്ഞു വന്നേ. എന്നാ വേണ്ട ഉളി നമ്മൾ തിരിച്ച് ഊരിയെടുക്കുക. കണ്ടോ, ഇതിങ്ങനെയാണ് ഉളി നമ്മൾ ഊരിയെടുക്കുന്നത്. അതിന് കയറി വശന്ന് നമ്മൾ തിരിച്ച് ഊരിയെടുക്കും. വാലിനടിക്കാതിരിക്കാൻ ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും കേട്ടോ. ഇവനെ കിട്ടി. ഇവനെ ഒന്ന് കരക്കടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വെള്ളം കരക്കടിപ്പിച്ചപ്പോൾ ഒരു ചെറുമീനെയും കിട്ടി. പറ്റിച്ച ചെറുമീനാ. നീ പഴക്കാതെ മോനെ. അത് ചേർത്തൊന്നുമില്ല. നമ്മുടെ കുയില് വാലയിലായി. മീൻ വലിച്ചുകൊണ്ട് പോയാൽ നമ്മളാ നൂല് തിരിച്ച് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് നോക്കി എന്തുമാത്രം നൂലവൻ വലിച്ച് എത്ര റോളവൻ അടിച്ച് വലിച്ചെടുത്തോണ്ട് പോയെന്ന് നോക്കിയേ. കണ്ടക്കന്ന കടപ്പ് കണ്ടോ, ഒത്തിരി ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെയും കിടപ്പുണ്ട്. പൂക്കുറ്റി പോലെ വെട്ടിക്കെട്ട് പോലെ നമ്മുടെ ആ നൂല് മൊത്തം വലിച്ചെടുത്തോണ്ട് പോയത്. ഏകദേശം എത്ര മീറ്റർ പോയി കാണും? 50 ഇതുണ്ട്. ഇങ്ങോട്ട് ലൈറ്റ് അടിച്ച് ഇതുണ്ടോ നോക്ക്. ഒരു 50 മീറ്ററോളം, 50 മീറ്റർ മുകളിൽ വലിച്ചിട്ട് പോയെന്ന് തോന്നുന്നത്. അടുത്ത മീനെ അടിച്ചിട്ടുണ്ട്. അടുത്ത മീൻ നമ്മൾ അടിച്ച് 100 വിട്ടു. പോന്ന് പൊളിച്ചടാ മോനെ, ഇന്ന് പൊളിച്ചേ. 100 വിട്ട്. കമ്പ് കിട്ടി. മീൻ നമ്മളെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അതേ വലിയ വാള കൊണ്ടുപോകുന്ന ഞാൻ കൊണ്ടുപോകുന്ന നമ്മളെ. രക്ഷപ്പെടാൻ നോക്കുക. എവിടെ രക്ഷപ്പെടാൻ? പൊളിച്ച്. അങ്ങനെ നമുക്ക് 2 ഗ്രാസ് കാർപ്പിനെ നമ്മൾ പൊക്കിയിരിക്കുകയാണ്. ചേട്ടൻ പറയല്ലേ നമ്മുടെ ആ ചെറുതിനെ കിട്ടിയെന്ന്. ചെറുതല്ല, ഇതാ ചെറുത് കേട്ടോ. ആദ്യം കിട്ടിയത് വലുത്. അവനിവിടെ കിടപ്പുണ്ട്. 2 പേരും ഒന്നിച്ച് നമ്മൾ പൊക്കിയിരിക്കുകയാണ്. പൊളിയേ. പുളി അപ്പുറത്ത് വന്നോ? നമുക്ക് കരക്കട്ട് കയറ്റിയെടുക്കാവേ. ഇത് നമ്മുടെ പണിയായതോ.
ഇവനാണ് ദേഹത്ത് തറച്ച് കയറിയത്. ചൈനീസുകാർ അടിക്കുന്നുണ്ട്. ചൈനീസിലെ ആൾക്കാരാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മീൻ പിടുത്തല്ല. ഇത് മീൻ ഒറിജിനലായിട്ട് മീനിന്റെ മടയിൽ പോയി പിടിക്കുന്നു. മീനിൻ്റെ മടയിൽ പോയി പിടിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഈ മീൻ തെറ്റിയെടുക്കുന്നതിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അമരക്കാരൻ ചേട്ടൻ്റെ ആട്ടോ, അതായത് നമ്മുടെ മുരളി ചേട്ടൻ്റെ. അതായത് നമ്മുടെ ജിതിൻ മീൻ കണ്ടു കഴിഞ്ഞാൽ വള്ളം അനക്കാതെ ആ മീനിൻ്റെ ചോട്ടിൽ കൊണ്ട് നിർത്തുകയും എന്നാൽ മാത്രമേ നമുക്ക് ആ മീനെ തെറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമരക്കാരൻ ചേട്ടൻ്റെ പണിയാണ് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ജിതിൻ്റെ പണിയാണ് ഗോളടിക്കുക. വീട്ടിൽ കിട്ടിയ മറ്റേ ഈ ഇതൊക്കെ ഇട്ട് എന്നതാ ഇവന്റെ പോക്ക് തീരും. വള്ളിയൊക്കെ പോകും പറഞ്ഞ പോകും കേട്ടോ. മോനെ അടിച്ചു കേട്ടോ, ഒന്നും നോക്കണ്ട. പോയോ ഒരു കിടുക്കാച്ചൊരു കട്ട്ള അല്ലേ? പോയോ? ഇല്ല, പോയിട്ടില്ല. അവൻ അടിച്ചങ്ങ് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതിൻ്റെ അടിക്കുന്ന വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. ഇന്നലെ അടി നല്ല കിട്ടിലിന് അടിയായിരുന്നു. പെട്ടെന്ന് മുന്നിലോട്ട് വരുമായിരുന്നത്, ഫ്രണ്ടിലായതുകൊണ്ട് അടി കാണാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഒരു 4:30 ആയി കാണാം. മീൻ അടുത്ത് വരുമ്പോൾ കാണാം കേട്ടോ. കോരുവല ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണ്ട മീൻ ആ ടോർച്ചിൻ്റെ ഭാഗത്തുണ്ട്, അവിടെ മീനാണ് കേട്ടോ. അവനെ ഇതില്ല, നമുക്ക് അവനെ അണപ്പിച്ച് വേണം അവനെ എടുക്കാൻ വേണ്ടി. കണ്ടോ, അതാണ്ടോ കുയിലല്ലേ അതും ഗ്രാസ് കാർപ്പ്. ഗ്രാസ് കാർപ്പിനെ എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഒറ്റ ഞാൻ വലയും പിടിച്ച് ഞാൻ റെഡി ആയിട്ടിരിപ്പുണ്ടാകും ഞാൻ ഊരിയെടുക്കാൻ. അവനിങ്ങനെ 100 വിട്ടോണ്ടിരിക്കുക, ഞാൻ പിടി തരില്ല എന്നും പറഞ്ഞു. ഞാനൊക്കെ അവന് ഇവിടെ വരും. ഇത് മലന്നില്ലേ, അല്ല അവിടെ പോകുന്നു. 100 വിട്ടു. അത് മീൻ പൊങ്ങാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോക്കി ശക്തരൊന്നും പൊങ്ങാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഈ മരക്കാലം വലുത് സാധനമാണ്. ഇത് നൽകല്ലേ അവിടെ കെട്ടി വെട്ടൊന്നും അടിച്ചാ. മൂന്നാമത്തെ ഗ്രാസ് കാർപ്പ് സെയിം ആണെന്ന് തോന്നുന്നു. ഇത് അമ്മരക്കണ വലുതല്ലേ? മൂന്നാമത്തെ മീൻ കയറിയിട്ടുണ്ട്. ചത്തോ? ചെറടം കൂരെടുത്തോ, ചെറടം കൂരെടുത്തോ.
ഞാൻ കിട്ടിയത് കൂട്ടിക്കിട്ടോ ആ മതി ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൈറ്റ് ഹണ്ടിങ് തീർന്നിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് നേരം വെളുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ സ്പോട്ടിൽ ഇപ്പോൾ ഞാനുണ്ട്. മെയിൻ പുലി കിടപ്പുണ്ട്. ഇവനാണ് നമ്മുടെ മീനെ മൊത്തം തെറ്റിയെടുത്തത് കേട്ടോ. അമരത്തിരുന്ന് നമ്മുടെ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഉസ്താദ് ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ മീനെ കാണണ്ടേ? നമ്മൾ തെറ്റിപ്പിടിച്ച മീനെ നമ്മുടെ കിടക്കാച്ചി സാധനങ്ങൾ ഇറക്കുന്നു കുയില്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ നൈറ്റ് ഫിഷിംഗ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഗ്രാസ് കാർപ്പ്. ഇതിനകത്തൊരു ചെറിയ സാധനം കിടപ്പുണ്ട്, ചേറുവരാല്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ.